ഹലോ മക്കളെ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ക്ലാസ് മീൻ ഡീവിയേഷൻ, അതായത് മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ്റെ അതിൽ നമ്മൾ റേഞ്ച് അതുപോലെ ക്വാർട്ടൈൽ ഡീവിയേഷൻ രണ്ട് കാൽക്കുലേഷൻ പറഞ്ഞു. ഇനി മൂന്നാമത്തെയാണ് മീൻ ഡീവിയേഷൻ എന്ന് പറയും. എന്താണ് ഈ മീൻ ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ, അതായത് നമുക്ക് കുറച്ച് നമ്പറുകൾ തരും, അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സ് തരും. എന്നിട്ട് ആ നമ്പേഴ്സിൻ്റെ ആവറേജ് കാണണം. എന്നിട്ട് ആ ആവറേജിൽ നിന്ന് ആ ഓരോ നമ്പറിൻ്റെയും ഡിഫറൻസ് അല്ലെങ്കിൽ ഡീവിയേഷൻ കാണണം. അങ്ങനെ ആ ഡീവിയേഷൻ എല്ലാം കണ്ട വെച്ച ശേഷം അതിൻ്റെ അർത്ഥമാറ്റിക് മീൻ കാണുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് മീൻ ഡീവിയേഷൻ. അപ്പോൾ എന്താ മീൻ ഡീവിയേഷൻ? ഇറ്റ് ഈസ് ദ അർത്ഥമാറ്റിക് മീൻ ഓഫ് ഡീവിയേഷൻസ് ഓഫ് ഓൾ ഐറ്റംസ് ഫ്രം ദെയർ ആവറേജ്. അപ്പോൾ നമ്പേഴ്സ് തന്നിരിക്കുന്നു, അതിൻ്റെ മീൻ കാണുന്നു, നമ്പറുകളുടെ മീനിൻ്റെ ഡീവിയേഷൻ്റെ മീൻ വീണ്ടും കാണുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് മീൻ ഡീവിയേഷൻ. ഈ മീൻ ഡീവിയേഷൻ 3 ആവറേജുകളിൽ നിന്നും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. മീനിൽ നിന്ന്, അതുപോലെ തന്നെ മീഡിയനിൽ നിന്ന്, മോഡിൽ നിന്ന്. 3 പ്രധാനപ്പെട്ട ആവറേജ് വാല്യൂസാണ് നമ്മൾ പറഞ്ഞതൊക്കെ. അർത്ഥമാറ്റിക് മീന്, അതുപോലെ മീഡിയന്, മോഡ്. ഈ 3 എണ്ണത്തിൻ്റെ അകത്തിൽ നിന്നും നമുക്ക് മീൻ ഡീവിയേഷൻ കാണാം. ക്വസ്റ്റ്യൻ്റെ അത് ചിലപ്പോൾ അങ്ങനെ കാണും, അതായത് കാൽക്കുലേറ്റ് മീൻ ഡീവിയേഷൻ ഫ്രം മീൻ, അല്ലെങ്കിൽ കാൽക്കുലേറ്റ് മീൻ ഡീവിയേഷൻ ഫ്രം മീഡിയൻ, അല്ലെങ്കിൽ ഫ്രം മോഡ്. ഇനി അങ്ങനെയൊന്നും തന്നിട്ടില്ല, കാൽക്കുലേറ്റ് മീൻ ഡീവിയേഷൻ എന്ന് മാത്രമേ തന്നിട്ടുള്ളൂ എങ്കിൽ മീനിൽ നിന്ന് മാത്രം കണ്ടാൽ മതി. ഇത്രയേ ഉള്ളൂ. അപ്പോൾ മീനുണ്ട്, മീഡിയനുണ്ട്, മോഡുണ്ട്. ഏതിൽ നിന്ന് വേണമെങ്കിലും ഇതിൻ്റെ കാൽക്കുലേഷൻ നമുക്ക് കണ്ടെത്താം. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അതായത് നമ്പേഴ്സ്, അതായത് ആൻസറുകൾ അല്ലെങ്കിൽ മീൻ ഡീവിയേഷൻ എപ്പോഴും മോഡുലസ് ആയിരിക്കും. മോഡുലസ് മീൻസ് വിത്തൗട്ട് സൈൻ എന്നാണ്. വിത്തൗട്ട് സൈൻ എന്ന് പറഞ്ഞാൽ പോസിറ്റീവും ഇല്ല നെഗറ്റീവിൽ എന്ന് പറഞ്ഞാൽ ഓൾ നമ്പേഴ്സ് ആർ പോസിറ്റീവ് നമ്പേഴ്സ്. അതായത് ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എല്ലാ നമ്പേഴ്സിനെയും പോസിറ്റീവ് നമ്പറായിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ചിലപ്പോൾ ചെറുതിൽ നിന്ന് നമ്മൾ വലുത് കുറയ്ക്കും, പക്ഷേ അവിടെ മൈനസ് ചിഹ്നം കൊടുക്കേണ്ട, എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് പോസിറ്റീവ് ഓർത്തിരുന്നോണം. അതായത് വിത്തൗട്ട് സൈനാണ്, ഓൾ നമ്പേഴ്സ് ആർ പോസിറ്റീവാണ്. ഇത്രയും കാര്യങ്ങൾ ഇതിൻ്റെ അകത്തിൽ ഓർത്തിരിക്കണം. ഇനി ഇതിൻ്റെ അകത്തിലെ ഇക്വേഷൻ പറഞ്ഞാൽ മീൻ ഡീവിയേഷൻ ദാറ്റ് ഈസ് സിഗ്മ മോഡുലസ് ഡി ബൈ എൻ. അതായത് ആ കൊച്ചൊരു ഡി ഇട്ടിട്ട് ഇടത്തും വലത്തും ഓരോ സ്റ്റാൻഡ് പോലെ വെച്ചിട്ടുണ്ട്. ഡിയുടെ ഇടത്തും വലത്തും ഓരോ സ്റ്റാൻഡ് പോലെ വെച്ചിട്ടുണ്ട്. അതിനെ മോഡുലസ് എന്ന് വിളിക്കും. മോഡുലസ് എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് സൈൻ എന്ന്, അതായത് സൈൻ വേണ്ട, എല്ലാ നമ്പറും പോസിറ്റീവ് എന്നാണ് അതിൻ്റെ അർത്ഥം. അതാണ് മോഡുലസ് ഡി ബൈ എൻ, നമ്പർ ഓഫ് ഐറ്റം. ഇത് ഇൻഡിവിജ്വൽ സീരീസിൽ എം ഡി കാണുന്ന മീൻ ഡീവിയേഷൻ കാണുന്നത് സിഗ്മ മോഡുലസ് ഡി ബൈ എൻ. ഇതിനെ നമുക്ക് ആബ്സല്യൂട്ട് വാല്യൂ എന്ന് വിളിക്കാം. ഇനി നമുക്ക് കുറേ കൂടെ കറക്റ്റ് വാല്യൂ കിട്ടാൻ എന്ത് വേണം? റിലേറ്റീവ് വാല്യൂ വേണം. റിലേറ്റീവ് വാല്യൂ വരുമ്പോൾ അതിൻ്റെ ഇക്വേഷൻ ഇങ്ങനെയാണ്: CMD, കോഎഫിഷ്യൻ്റ് ഓഫ് മീൻ ഡീവിയേഷൻ, ദാറ്റ് ഈസ് എം ഡി ബൈ ആവറേജ് എന്ന. അത് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ MD, മീൻ ഡീവിയേഷൻ ബൈ ആവറേജ്. മുമ്പേ ഞാൻ പറഞ്ഞ പോലെ ആവറേജ് ഏതുമാകാം, മീനാകാം, മീഡിയനാകാം, ഓർ മോഡാകാം. എവിടെ നിന്നാണെന്ന് നമ്മളോട് ചോദിച്ചാൽ അതിൽ നിന്ന് നമുക്ക് കണ്ടെത്താം. അപ്പം മീൻ ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ ആവറേജ്, അതാണ് റിലേറ്റീവ് വാല്യൂ എന്ന് പറയുന്നത്. നമുക്കൊരു എക്സാമ്പിൾ കാണാം. ഇൻഡിവിജ്വൽ സീരീസ് എക്സ് ഞാൻ തന്നിട്ടുണ്ട് 26, 32, 16, 49, 7. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അത് ആഡ് ചെയ്യുമ്പോൾ 130 കിട്ടും. 130. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ആ 130യുടെ അർത്ഥമാറ്റിക് മീൻ കാണണം. അതാണ്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അർത്ഥമാറ്റിക് മീൻ നമുക്കറിയാമല്ലോ, അതായത് സിഗ്മ എക്സ് ഡിവൈഡഡ് ബൈ എൻ ആണ്. സിഗ്മ എക്സ് എന്ന് പറയുന്നതാണ് 130 ഡിവൈഡഡ് ബൈ എൻ, നമ്പർ ഓഫ് ഐറ്റം 1, 2, 3, 4, 5. അപ്പോൾ 130നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ 26 ആണ് അർത്ഥമാറ്റിക് മീൻ. അടുത്ത സ്റ്റെപ്പ് മോഡുലസ് ഡി കാണണം. ഇതുപോലെ മോഡുലസ് ഡി എഴുതിയിട്ട്, അതായത് ഈ 26 നമ്മുടെ അർത്ഥമാറ്റിക് മീൻ ഓരോ എക്സ് വാല്യൂവിൽ നിന്നും മൈനസ് ചെയ്യണം. പക്ഷേ ആൻസറിൽ മൈനസ് വന്നാലും എഴുതാൻ പാടില്ല, പോസിറ്റീവായിട്ടേ പരിഗണിക്കത്തുള്ളൂ. അപ്പോൾ ആദ്യം 26 - 26 0, 32 - 26 6,
16 മൈനസ് 26 10, നെഗറ്റീവ് 10 അല്ല, അതായത് മോഡുലസ് ആണ്, പോസിറ്റീവാണ് എല്ലാം. അപ്പോൾ 16 മൈനസ് 26 എന്ന് പറയുന്നത് 10. അതുപോലെ 49 മൈനസ് 26 23, 7 മൈനസ് 26 19. അപ്പോൾ എല്ലാം പോസിറ്റീവായിട്ട് പരിഗണിക്കത്തുള്ളൂ, മൈനസ് ചിഹ്നം കൊടുക്കരുത്. ഇനി ആ മോഡുലസ് ഡി എല്ലാം കൂടെ ആഡ് ചെയ്യുന്നു, അപ്പോൾ നമുക്ക് കിട്ടും 58. ഇനി ദ മീൻ ഡീവിയേഷൻ അറിയാമല്ലോ, സിഗ്മ മോഡുലസ് ഡി ബൈ എൻ. മോഡുലസ് ഡി നമുക്ക് കിട്ടി 58. എൻ നമുക്കറിയാം 5 നമ്പർ, 58 ഡിവൈഡഡ് ബൈ 5 11.6 എന്ന ആൻസർ കിട്ടും. ഇനി അടുത്ത CMD, അതായത് കോഎഫിഷ്യൻ്റ് ഓഫ് മീൻ ഡീവിയേഷൻ. നമുക്ക് കിട്ടിയ മീൻ ഡീവിയേഷനെ മീൻ കൊണ്ട് ഡിവൈഡ് ചെയ്ത ആവറേജ്, അത് മീൻ ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞില്ല, വേണം ചിലപ്പോൾ മീനായിരിക്കും ചോദിക്കുന്നത്. മീൻ കണ്ടിട്ട് മീൻ ഡീവിയേഷൻ കാണുക. അതുപോലെ തന്നെ മോഡായിരിക്കും ചിലപ്പോൾ പറയുന്നത്, അപ്പോൾ മോഡ് കണ്ടിട്ട്, അതെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ മോഡ് കഴിഞ്ഞിട്ട് മീൻ ഡീവിയേഷൻ കാണുക. അല്ലെങ്കിൽ മീഡിയൻ കണ്ടിട്ട് മീൻ ഡീവിയേഷൻ അവർ ചോദിക്കുന്നതിന് ആനുപാതികമായിട്ട് ചെയ്യുക. അപ്പോൾ CMD എന്ന് പറഞ്ഞാൽ എന്താണ്? MD ബൈ മീനാണ്. MD നമുക്കറിയാം 11.6, മീൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് 26. അപ്പോൾ ആൻസർ 0.44. നമുക്കറിയാം കോഎഫിഷ്യൻ്റ് വാല്യൂ ലെസ് ദാൻ 1 ആയിരിക്കും, ഓർക്കുക ലെസ് ദാൻ 1. അപ്പോൾ 0.44. ഇത് ഇൻഡിവിജ്വൽ സീരീസ്. ഇനി നമുക്ക് രണ്ടാമത് ഡിസ്ക്രീറ്റ് സീരീസിലോട്ട് പോകാം. ഡിസ്ക്രീറ്റ് സീരീസിൽ നമുക്കറിയാം ഇൻഡിവിജ്വൽ നമ്പറും തരും, ഫ്രീക്വൻസിയും തരും. X 10 11 12 13 14. ഫ്രീക്വൻസി 3 12 18 12 3. ആദ്യം നമ്മൾ ഫ്രീക്വൻസി ആഡ് ചെയ്യുന്നു. 12 15 10 25 33 10 43 2 45 3 48. അപ്പോൾ ഫ്രീക്വൻസി ആഡ് ചെയ്തു 48. ഓക്കെ, ഇനി നമുക്ക് മീൻ കാണണം. മീൻ കാണണമെങ്കിൽ FX ഓർമ്മയുണ്ടല്ലോ, നേരത്തെ നമ്മൾ മീനിൻ്റെ അകത്തിൽ FX പെട്ടെന്നുള്ള മാർഗം, ഡയറക്റ്റ് മെത്തേഡ് FX കണ്ടെത്തുക. FX എന്ന് പറഞ്ഞാൽ F ഇൻറ്റു X. ആദ്യത്തെ F 3, X 10 3 10 30, അതുപോലെ 12 11 132, 18 ഇൻറ്റു 12 216, 12 ഇൻറ്റു 13 156, 3 ഇൻറ്റു 14 42. ഇനി ആ FX എല്ലാം കൂടെ ആഡ് ചെയ്യുക, 576 576. ഇനി അടുത്ത സ്റ്റെപ്പ് നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെ മീൻ കാണണം. അപ്പോൾ നമുക്ക് FX കിട്ടി 576 ഡിവൈഡഡ് ബൈ, നമുക്കറിയാം ഇത് ഡിസ്ക്രീറ്റ് സീരീസ് ആണ്, അതായത് പിന്നെ ഇവിടെ ഫ്രീക്വൻസിയും കൂടെ ഉള്ളതുകൊണ്ട് അവിടെ X ബാർ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ്, FX സിഗ്മ FX ഡിവൈഡഡ് ബൈ വലിയ N. ഓർത്തിരുന്നോണം, വലിയ N എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസിയുടെ ടോട്ടലാണ്. അപ്പോൾ ഇവിടെ X ബാർ കാണുന്നത് എങ്ങനെ, സിഗ്മ FX ഡിവൈഡഡ് ബൈ വലിയ N. സിഗ്മ FX ദണ്ട് കിട്ടിയിരിക്കുന്നു 576. വലിയ N എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസിയുടെ ടോട്ടൽ 48. 576 ഡിവൈഡഡ് ബൈ 48 നമുക്ക് 12 കിട്ടി. ഓക്കെ, 12. ഇനി അടുത്തായിട്ട് നമ്മൾ കാണേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ മോഡുലസ് ഡി കാണണം. എന്താണ് അടുത്ത ഹെഡിങ്ങിൽ മോഡുലസ് ഡി കൊടുത്തു. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ നമുക്കിവിടെ X ബാർ കിട്ടിക്കഴിഞ്ഞു, 12 കിട്ടിക്കഴിഞ്ഞു. ഇനി ഓരോ Xൽ നിന്നും ആ 12 മൈനസ് ചെയ്യണം. ആൻസർ എഴുതുമ്പോൾ നെഗറ്റീവ് വരരുത്, മോഡുലസ് ആണ്, ഓർത്തോണം. ആദ്യത്തെ X 10 എന്നുള്ള 12 ഡീവിയേഷൻ 2. അടുത്ത 11 ആണ്, 11ഉം 12ഉം തമ്മിലുള്ള വ്യത്യാസം 1. പിന്നെ 12ഉം 12ഉം തമ്മിലുള്ള ഡിഫറൻസ് 0. 13ഉം 12ഉം തമ്മിൽ 1. 14ഉം അതുപോലെ തന്നെ 12ഉം തമ്മിലുള്ള ഡിഫറൻസ് 2. ഓക്കെ, അപ്പോൾ നമുക്ക് മോഡുലസ് ഡി കിട്ടി. ഇനി അടുത്ത ഇക്വേഷൻ ഇതാ നോക്കൂ, ഇവിടെ ഡിസ്ക്രീറ്റ് സീരീസ് ആണ്, ഫ്രീക്വൻസിയും കൂടെ ഉണ്ട്. അപ്പോൾ അവിടെ MD എന്ന് പറഞ്ഞാൽ സിഗ്മ F ഇൻറ്റു മോഡുലസ് ഡി ബൈ N ആണ്, ഓർത്തോണം. F കൂടെ ഉള്ളത് കൊണ്ട് സിഗ്മ F ഇൻറ്റു മോഡുലസ് ഡി ബൈ N ആണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് F മോഡുലസ് ഡി കാണണം. F ഇൻറ്റു മോഡുലസ് ഡി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കിട്ടിയ മോഡുലസ് ഡിയെ ഓരോന്നിനെയും F ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ആദ്യത്തെ F 3 ആണ്, മോഡുലസ് ഡി 2 3 6. അടുത്ത F 12, മോഡുലസ് ഡി 1 12. അടുത്ത F 18, മോഡുലസ് ഡി 0, അതുകൊണ്ട് ആൻസറും 0. അടുത്തത് 12 ആണ് ഫ്രീക്വൻസി, മോഡുലസ് ഡി 1 ആണ്, അപ്പോൾ 12. അടുത്തത് 3 ആണ് ഫ്രീക്വൻസി, മോഡുലസ് ഡി 2 ആണ്, 3 2 6. ഓക്കെ, ഇനി ആ F ഇൻറ്റു ഡിയുടെ ടോട്ടൽ എടുത്തു 36. വളരെ
ഈസിയാണ്. അപ്പോൾ എം ഡിയുടെ ഇക്വേഷൻ നമുക്കറിയാം, സിഗ്മ എഫ് ഇൻറ്റു മോഡുലസ് ഡി ബൈ എൻ. മോഡുലസ് ഡി എഫ് ഇൻറ്റു മോഡുലസ് ഡി ഇതാണ്ട് കിടക്കുന്നു 36 ഡിവൈഡഡ് ബൈ എൻ നമുക്കറിയാം ഏതാ ടോട്ടൽ ഫ്രീക്വൻസിയുടെ ടോട്ടൽ 48. 36 ഡിവൈഡഡ് ബൈ 48 ദാറ്റ് ഈസ് 0.75. എം ഡി സമം 0.75. ഇനി സി എം ഡിയുടെ കാണണമെങ്കിൽ കണ്ടാൽ മതി. ചിലപ്പോൾ ക്വസ്റ്റിൻ്റെ അകത്ത് ചോദിക്കും കോഎഫിഷ്യൻ്റ് കാണാൻ, അങ്ങനെ ഉണ്ടേ കണ്ടാൽ മതി, അല്ലെ മീൻ ഡീവിയേഷൻ മാത്രം മതി. അപ്പോൾ സി എം ഡി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, എം ഡി ബൈ മീനാണ്. എം ഡി നമുക്കിവിടെ കിട്ടി 0.75, മീൻ നമുക്കറിയാം 12. അപ്പോൾ 0.75 ഡിവൈഡ് ബൈ 12 എന്ന് പറഞ്ഞാൽ 0.062. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഈ സംഭവം. ഇനി മൂന്നാമത് ഒരെണ്ണം കൂടെ ഉണ്ടല്ലോ, ഏതാ കണ്ടിന്യൂസ് സീരീസ്. അതുകൂടെ ഞാൻ ഇതിൻ്റെ കൂടെ കാണിച്ചേക്കാം. കണ്ടിന്യൂസ് സീരീസ് അതിൻ്റെ ഒരു എക്സാമ്പിൾ. അപ്പോൾ മൂന്നാമത്തെ മെത്തേഡ് കണ്ടിന്യൂസ് സീരീസ്. അത് കണ്ടിന്യൂസ് സീരീസ് എന്ന് പറയുമ്പോൾ ക്ലാസ് ആണ്. എക്സ് എന്ന് പറയുമ്പോൾ 0, 10, 10, 20, 20, 30, 30, 40, 40, 50 വരെ. ഓക്കെ, ഇനി അതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 5, 15, ഫ്രീക്വൻസി 4, 6, 10, അതുപോലെ വീണ്ടും 6, 4. ആദ്യം നമ്മൾ ഫ്രീക്വൻസി ആഡ് ചെയ്യുന്നു. 4, 6, 4, 10, 10, 20, 6, 26, 4, 30. ഓക്കെ, നമുക്ക് കിട്ടിക്കഴിഞ്ഞു ഫ്രീക്വൻസിയുടെ ടോട്ടൽ, അല്ലേ വലിയ എൻ സമം, അങ്ങനെ വേണേൽ എഴുതാം. വലിയ എൻ സമം 30. ഇനി നമുക്ക് കാണേണ്ടത് ഇത് കണ്ടിന്യൂസ് സീരീസാണ്. മിഡ് എക്സ് കാണണം. മിഡ് എക്സ് ഓർമ്മയുണ്ടല്ലോ, മീൻ കാണണമെങ്കിൽ മിഡ് എക്സ് കാണണം. മിഡ് എക്സ് എന്ന് പറയുമ്പോൾ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും ആഡ് ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ 2 ആണ്. അപ്പോൾ 0, 10, 10 പകുതി എത്രയാണ്? 5. 20, 10, 30 പകുതി 15. പിന്നെ 10 വീതം ആഡ് ചെയ്താൽ മതി. 30, 20, 50 പകുതി 25. 40, 30, 70 പകുതി 35. അതുപോലെ 50, 40, 90 പകുതി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 45. അങ്ങനെ കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ മിഡ് എക്സ് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് എഫ് എക്സ് ആണ്. അതായത് ഇത് ഞാൻ തുടയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ എഫ് എക്സ് മീൻ കാണാൻ വേണ്ടി നമുക്ക് എഫ് എക്സ് കാണണം. അപ്പോൾ അടുത്ത ഹെഡിങ് എഫ് എക്സ്. അപ്പോൾ എഫ് എക്സ് എന്ന് പറയുമ്പോൾ ഓർക്കുക, എഫ് ഇൻറ്റു എക്സ് 4, 5, 20. ഓക്കെ, അതുപോലെ 15, 6, 90 ഓർത്തോണം. 10, 25, 250. അതുപോലെ തന്നെ 35 ഇൻറ്റു 6, 210. എല്ലാം ചെയ്ത് നോക്കിക്കോണം. പിന്നെ 45 ഇൻറ്റു 4, 180. ടോട്ടൽ എടുക്കുമ്പോൾ 750 എന്ന് പറയും. 750. അപ്പോൾ എഫ് എക്സ് എല്ലാം കൂടെ ആഡ് ചെയ്തു. അപ്പോൾ 750 കിട്ടി. 750. ഇനി നമുക്ക് മീൻ കാണണം. മീൻ നമ്മൾ മുമ്പേ കണ്ട പോലെ, അതായത് മീൻ അല്ലെങ്കിൽ എക്സ് ബാർ എന്ന് എഴുതിയാൽ മതി. താഴോട്ട് മാറ്റി എക്സ് ബാർ എന്ന് എഴുതിയിട്ട് അറിയാമല്ലോ എൻ്റെ ഇക്വേഷൻ, സിഗ്മ എഫ് എക്സ് ഡിവൈഡഡ് ബൈ വലിയ എൻ എന്ന് പറഞ്ഞാൽ സിഗ്മ എഫ് എക്സ് നമുക്ക് കിട്ടി 750 ഡിവൈഡഡ് ബൈ വലിയ എൻ 30. അപ്പോൾ അത് ഡിവൈഡ് ചെയ്യുമ്പോൾ ചെയ്ത് നോക്കിക്കോണം, 25 എന്ന് കിട്ടും. അപ്പം മീൻ 25 കിട്ടി. ഇനി നമുക്ക് അടുത്ത ഹെഡിങ് എന്ന് പറഞ്ഞാൽ മോഡുലസ് ഡി ആണ്. അപ്പോൾ ഓരോ എക്സ് വാല്യൂം 25 കൊണ്ട് അതിൻ്റെ ഡീവിയേഷൻ കണ്ടെത്തണം. ആദ്യത്തെ എക്സ് വാല്യൂ മിഡ് എക്സ് എന്ന് പറയുന്നത് 5 ആണ്. ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന പിന്നെ മീൻ എന്ന് പറയുന്നത് 20 ആണ്. അപ്പോൾ 5ഉം 20 അല്ല 25. അപ്പോൾ വ്യത്യാസം എത്രയാണ്? 20. അതുപോലെ 15ഉം 25ഉം തമ്മിലുള്ള വ്യത്യാസം 10. പിന്നെ അതുപോലെ തന്നെ 25, 25ഉം തമ്മിലുള്ള ഡിഫറൻസ് 0. 35, 25ഉം തമ്മിലുള്ള ഡിഫറൻസ് 10. 45ഉം 25ഉം തമ്മിലുള്ള ഡിഫറൻസ് 20. ഓക്കെ, അപ്പോൾ നമുക്ക് മോഡുലസ് ഡി 20, 10, 0, 10, 20 കിട്ടി. ഇനി അടുത്ത ലാസ്റ്റ് പോയിൻ്റ്, അതായത് എഫ് ഇൻറ്റു മോഡുലസ് ഡി. എഫ് ഇൻറ്റു മോഡുലസ് ഡി നമ്മൾ കണ്ടു. എഫ് ഇൻറ്റു മോഡുലസ് ഡി എന്ന് പറയുമ്പോൾ ഓരോ എഫിനെയും ഇപ്പം കിട്ടിയ മോഡുലസ് ഡി ഉണ്ട്. ആദ്യത്തെ എഫ് 4, ഇപ്പം കിട്ടിയ മോഡുലസ് ഡി 2, 20. അപ്പം 24, 8, 80. അടുത്ത ഫ്രീക്വൻസി 6, മോഡുലസ് ഡി 10. അപ്പോൾ എത്ര? 6, 10, 60. അടുത്ത ഫ്രീക്വൻസി 10, മോഡുലസ് ഡി 0. അപ്പോൾ 0.
അടുത്ത് 6 ആണ് ഫ്രീക്വൻസി. മോഡുലസ് ഡി എന്ന് പറയുന്നത് 10, അപ്പോൾ 60. അടുത്ത ഫ്രീക്വൻസി 4, മോഡുലസ് ഡി 20, അപ്പോൾ 80 വരും. അപ്പോൾ ആഡ് ചെയ്യുക, 8 6 14, 8 6 14, 280 എന്ന് വരും. അപ്പോൾ നമുക്ക് എഫ് ഇൻറ്റു മോഡുലസ് ഡി കിട്ടി 280. ഇനിയും കാര്യങ്ങളെല്ലാം എളുപ്പമാണല്ലോ. എം ഡി കാണണം. എം ഡി നമുക്കറിയാം, സിഗ്മ എഫ് മോഡുലസ് ഡി. എഫ് മോഡുലസ് ഡി എന്ന് പറയുന്നത് എത്രയാണ്? 280 ഡിവൈഡഡ് ബൈ എൻ ആണ്. വലിയ എൻ നമ്മുടെ കിട്ടിയിട്ടുണ്ട് 30. അപ്പോൾ ഓക്കെ, 280 ഡിവൈഡഡ് ബൈ 30 എന്ന് പറഞ്ഞാൽ 9.3 എന്ന് കിട്ടും. ഇത്രയേ ഉള്ളൂ, 9.3. അപ്പോൾ അവിടെ എം ഡി കിട്ടിക്കഴിഞ്ഞു, 9.3. ഇനി അടുത്തായിട്ട് ഞാൻ പറഞ്ഞല്ലോ, വേണമെങ്കിൽ സി എം ഡിയും കൂടെ കാണാം. സി എം ഡി കാണാൻ എന്ത് ചെയ്താൽ മതി? എം ഡി ആയി ഇപ്പോൾ കിട്ടി. എം ഡി 9.3 ഡിവൈഡഡ് ബൈ മീനാണ് 25. അപ്പോൾ 9.3 ഡിവൈഡഡ് ബൈ 25, ആൻസർ 0.37. ചെയ്ത് നോക്കിക്കോണം, 0.37. ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ നമുക്ക് മീൻ ഡീവിയേഷൻ ഇൻഡിവിജ്വൽ സീരീസിലും ഡിസ്ക്രീറ്റ് സീരീസിലും കണ്ടിന്യൂസ് സീരീസിലും കാണാം. ഇതാണ് മീൻ ഡീവിയേഷൻ. ഇനി ഇതിൻ്റെ അടുത്ത പാർട്ടെന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ്. അതായത് നമ്മൾ അർത്ഥമാറ്റിക് മീൻ കഴിഞ്ഞാൽ ഡിസ്പെർഷൻ്റെ അകത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ്. അതായത്